തേനും. പൂക്കൾ മേടിച്ചുകൊണ്ടുപോയി കളം വരച്ച് പൂക്കളമിടാൻ നേരമില്ലാത്തവർക്ക് വേണ്ടിയാണ് റെഡിമെയ്ഡ് പൂക്കളം വിപണിയിലെത്തിയിരിക്കുന്നത്. വീട്ടുമുറ്റത്ത് നിവർന്നു കിടന്നാൽ ഒറ്റനോട്ടത്തിൽ ഇവൻ ഒറിജിനൽ അല്ല എന്ന് ആരും പറയില്ല. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയാലേ സംഗതി പ്ലാസ്റ്റിക് പൂക്കളമാണെന്ന് മനസ്സിലാകൂ. അത്തം മുതൽ പൂക്കുടയുമായി പൂവ് തേടിയിറങ്ങുന്ന കുട്ടികളുടെ ദൃശ്യം ഇല്ലാതായ പുതിയ കാലത്ത് മലയാളിയുടെ ഓണം വർണ്ണാഭമാക്കാൻ അന്യസംസ്ഥാനത്ത് നിന്നെത്തുന്ന പൂക്കളെയാണ് ആശ്രയിക്കുന്നത്. ഈ പൂക്കളുടെയെല്ലാം വില കുത്തനെ ഉയർന്നതോടെയാണ് വിപണി കീഴടക്കാൻ റെഡിമെയ്ഡ് പൂക്കളങ്ങൾ എത്തിയത്. നേരത്തെ ക്രിസ്തുമസിനെത്തിയ റെഡിമെയ്ഡ് പുൽക്കൂടുകൾക്ക് വൻ ഡിമാൻഡായിരുന്നു. പ്രത്യേക മാറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് പൂക്കൾ ഇഷ്ടാനുസരണം മാറ്റി ഡിസൈനിലും മാറ്റം വരുത്താം. സൂക്ഷിച്ചുപയോഗിച്ചാൽ അടുത്ത വർഷത്തേക്ക് എടുത്തു വയ്ക്കുകയും ആകാം. ചൈനീസ് പൂക്കളൊക്കെ നല്ല പുതിയ പൂക്കളൊക്കെ ആയിരുന്നുകൊണ്ട് നല്ല ഡിമാൻഡൊക്കെ ഉണ്ട്, നല്ല കച്ചവടമൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഒരുപാട് മേടിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. അത് ആദ്യമായിട്ടാണ് 2013 ആദ്യമായിട്ടാണ് ഉണ്ടായത്. ഓണത്തിനായുള്ള വാഴയിലയും സാമ്പാർ നിർമ്മാണവുമെല്ലാം ഇപ്പോൾ തന്നെ റെഡിമെയ്ഡായി കഴിഞ്ഞു. ഈ ശ്രേണിയിലേക്ക് ഇനി പൂക്കളവും. നിഖിൽ ജോയ്, കൊച്ചി, ഇന്ത്യ വിഷൻ.